കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മെ കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു അവിടുത്തെ മഹത്വപ്പെടുത്താൻ ഇടയാവണം. യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ഒരു ദൈവത്തിൽ പ്രഖ്യാപനം ചെയ്യണം. ലോകം പോകുന്നതിനനുസരിച്ച് പോകാനല്ല, നമ്മൾ ദൈവത്തെ സേവിച്ച് വചനപ്രകാരം മുമ്പോട്ട് പോകാൻ തയ്യാറാവണം. ലോകത്തിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കാൻ നമുക്കിടയാവണം. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ലോകത്തിൽ നമ്മൾ എന്ത് നേടിയാലും സഹോദരങ്ങളെ അത് മേലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ ഇടയാവണം. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിക്കലായെന്ന സംഭവങ്ങൾ ഓരോ ദിവസവും വിളിച്ചറിയിക്കുമ്പോൾ അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ നമുക്കിടയാവണം. വരാനുള്ളവൻ വരും, താമസിക്കത്തില്ല. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിന്റെ വരവിന്? എന്നും ഇങ്ങനെ പോകാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു. ലോകസംഭവങ്ങൾ എന്റെ കർത്താവിന്റെ വരവിനെ വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വരവ് വേഗത്തിലാകുന്നു. നിവർന്ന് നമുക്ക് തലകളെ പോക്കാം. നിർമ്മല കന്യയായി നമുക്ക് ജീവിക്കാം. ലോകത്തിന്റെ കളങ്കം പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ടാം വിശ്വസ്തരായി, ആത്മീകരായി, വിശുദ്ധരായി, പ്രാർത്ഥനാ മനുഷ്യരായി, ദൈവവചനപ്രകാരം നമ്മളെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്കിടയാവണം. മണ്ണെ പ്രതി നമ്മൾ മാണിക്യം വെടിയരുത്, പാട്ടുകാരൻ പാടുന്നത് പോലെ. ഈ ജഡീക സുഖങ്ങളൊന്നും നാം ദൈവമായിട്ടുള്ള ബന്ധത്തിന് വിഘാതമാകാതെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ഒരു വിശ്വസ്ത ജീവിതം നയിക്കുവാൻ ദൈവം നമുക്കെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സുപരിതമായ ഒരു വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 6:14. അപ്പോൾ യഹോവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ചരിത്രഭാഗം നമുക്കറിയാം, അതിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴൊക്കെ ദൈവത്തിന്റെ കരം അവർക്ക് പ്രതികൂലമായി വന്നു. അങ്ങനെ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തപ്പോ യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്റെ ശക്തിയിൽ ഇസ്രായേലിന്റെ മേൽ ആധിക്യം പ്രാപിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ഗുഹകളിലേക്കും പർവ്വതങ്ങളിലേക്കും ഒക്കെ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നു. ദുർഗങ്ങളൊക്കെ അവർക്ക് ശരണമായി തീരേണ്ടി വന്നു. ഇസ്രായേൽ വിതയ്ക്കുമ്പോൾ മിദ്യാന്യര്, അമാലേക്കരും കിഴക്കേ ദേശക്കാരും അവർക്കെതിരെ വരും. അവർക്ക് വിരോധമായി പാളയമിറങ്ങും, വിളകൾ നശിപ്പിക്കും. ഒന്നും ശേഷിപ്പിക്കാത്ത അവസ്ഥ വന്നു. മിദ്യാന്യർ നിമിത്തം ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഈ സമയത്ത് ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നു. പ്രിയരെ, ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നാൽ, നിലവിളിച്ചാൽ, അനുതപിച്ചാൽ, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് അവിടുത്തെ മുമ്പാകെ വണങ്ങാൻ തയ്യാറായാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കും. നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ തിരിച്ചു നൽകും. വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും വീട്ടിലും നശിപ്പിച്ച സംവത്സരങ്ങളെ ജനത്തിന് തിരിച്ചു കൊടുത്തത് അവർ അനുതാപത്തോടും കരച്ചിലോടും ഉപവാസത്തോടും വിലാപത്തോടും
ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടാൻ തയ്യാറായപ്പോൾ ഇവിടെയും ഇവർ നിലവിളിച്ചു. ദൈവം ഒരു ഗിദെയോനെ ഉപയോഗിക്കുകയാണ്. അവനെ വിളിച്ചിട്ട് പറയല്ലയോ പരാക്രമശാലിയെ, ഞാൻ നിന്നെ അമാല്യക്ക് ശക്തികളുടെ നേരെയും കിഴക്കേ ദേശക്കാരുടെ നേരെയും മിദ്യാന്യ ശക്തികളുടെ നേരെയും അയക്കുകയാണ്. അവർ ചെറുതല്ല, വെട്ടുക്കിളി പോലെ അവർ പരന്നുകിടക്കുകയാണ്. അവിടേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. മിദ്യാന്യ ശക്തികൾ സ്ട്രോങ് ആണ്, പലപ്പോഴും ഇസ്രായേലിനെ നശിപ്പിച്ചവരാണ്. അവിടേക്ക് ഗിദെയോനെ അയക്കുമ്പോൾ ഗിദെയോന്റെ അകത്തൊരു ഭയം വന്നു. നമ്മുടെ കുറിവാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ സഹോദരങ്ങളെ. അപ്പോൾ യഹോവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ, യഹോവ നോക്കിയ ബലം വരും കേട്ടോ. നീ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, നീ തളർന്നിരിക്കുകയാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ നോട്ടം ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തിന്മേൽ, നിങ്ങളുടെ മൈൻഡിന്മേൽ വന്നാൽ ഭയങ്കര ബലം, അസാധാരണ ബലം. യഹോവ പറഞ്ഞു, ഈ ബലത്തോടെ നീ പോകണം. അടുത്ത ഭാഗമാണ് നമ്മളെ ചിന്തിപ്പിച്ച ഒരു ചിന്ത. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. നീ ചോദിക്കുന്നത് എന്നെ കൊണ്ട് ഇത് പറ്റുമോ? എനിക്കിവിടെ ജയിക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റുമോ? ശത്രുശക്തികൾ പ്രബലമാണ്, അവർ പരന്നുകിടക്കുന്നു, വെട്ടുക്കിളികളെ പോലെ അസംഖ്യമായി പാളയമിറങ്ങി നിൽക്കുമ്പോൾ എന്നെ അയക്കുമെന്ന് പറയുന്നു. എങ്ങനെ അത് നടക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് ഇന്ന് പകൽ തന്റെ ജനത്തെ നോക്കി പറയുന്നു, ദൈവമാണ് നിങ്ങളെ ഇന്ന് പകൽ അയക്കുന്നത്. ആ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ, നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ, മൈൻഡ് ഇടിഞ്ഞിരിക്കുമ്പോൾ, എനിക്ക് കഴിയത്തില്ലെന്ന് പറയുമ്പോൾ, ഓ ഞാൻ എങ്ങനെ അവിടെ നിൽക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിന്റെ മുമ്പുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കിയിട്ടുണ്ട്. ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പേ പുറപ്പെട്ടിട്ടുണ്ട്. ദഹിപ്പിക്കേണ്ടതിനെയും ഉരുക്കേണ്ടതിനെയും നിന്നെക്കുറിച്ചൊരു ഭീതി മിദ്യാന്യ പാളയത്തിൽ ഞാൻ വെളിപ്പെടുത്തും. ഇതൊന്ന് മനസ്സിലായോ? നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ഭയപ്പെട്ട് പുറകോട്ട് പോകാതെ ദാവീദ് പറഞ്ഞതുപോലെ എന്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കും, എന്റെ ദൈവത്താൽ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്തതുപോലെ ദൈവമക്കളെ ദൈവം അയച്ചാൽ സാഹചര്യങ്ങൾ നോക്കരുത്. ദൈവം പറഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്, പർവ്വത സമാനമായ വിഷയമാണ്. എന്നെ കൊണ്ട് ഇത് നടക്കില്ല, ഞാൻ എളിയവനാണ്, ഞാൻ ബലമില്ലോ. കർത്താവ് ഈ ബലത്തോടല്ലേ ഞാൻ നിന്നെ അയക്കുന്നത്, ഞാനല്ലേ നിന്നെ അയക്കുന്നത്. ഉത്തരവാദിത്തമുള്ള, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ച, സകലത്തെയും കാൽ കീഴാക്കിയ, സകലത്തിന്മേലും അധികാരമുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മെ അയക്കുന്നെങ്കിൽ, മുൻപോട്ട് പോകാൻ മോശയോട് പറഞ്ഞെങ്കിൽ, മോശെ എന്റെ വാക്ക് നീ വിശ്വസിച്ച് നിന്റെ കൈ കടൽമേൽ നീട്ടാൻ തയ്യാറാകുമെങ്കിൽ വഴിമാറത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന വിഷയം നിന്റെ മുമ്പിൽ വഴിമാറി. കാരണം എന്റെ മഹത്വമുള്ള ഭുജം നിന്റെ ഭുജത്തിന്മേലിറങ്ങുമ്പോൾ നിന്റെ ശക്തിയല്ല, നിന്റെ ബലമല്ല, എന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് കർത്താവ് ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഇന്ന് പകൽ പലതിന്റെയും മുമ്പിൽ ഭാരപ്പെട്ടും പതറിയും മനസ്സ് ക്ഷീണിച്ചും തലകുനിക്കപ്പെട്ടും ഇരിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ള, ദൈവം നിങ്ങളെ അയക്കുന്നെങ്കിൽ മുമ്പോട്ട് പോവുക. ദൈവശബ്ദം കേൾക്കുന്നവർ പരാജയപ്പെടാതെ മുമ്പോട്ട് സ്റ്റെപ്പ് എടുക്കുക. ദൈവം ചിലതിനെ അയക്കാൻ പോകുക. അഭിഷേകമുള്ള ചിലതിനെ, മിദ്യാന്യ ശക്തികളാൽ ക്ഷയിച്ച തളർന്ന് ഒതുക്കപ്പെട്ട ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ, ചിലതിനെ പുറപ്പെടുവിക്കാൻ, ചിലതിന് ജയം നേടിക്കൊടുക്കാൻ, നാളുകളായി പരാജയപ്പെട്ടും ക്ഷയിച്ചുമിരിക്കുന്ന ചിലതിന്റെ മേൽ ജയം പ്രഖ്യാപിക്കാൻ ദൈവം നിന്നെ അയക്കുമ്പോൾ നീ ക്ഷീണിച്ചു പോകരുത്. ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ നീ പറയരുത്. നെഗറ്റീവ് തോട്ട്സുകൾ പറയാതെ
മുൻപോട്ട് പോകാൻ തയ്യാറാകൂ. ദൈവമാണ് നിങ്ങളെ അയക്കുന്നത്. ഉത്തരവാദിത്തമുള്ളവനാണ് നിങ്ങളെ അയക്കുന്നത്. അവിടുന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത്. വിളിച്ചു പറ, കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ മൂവ് ചെയ്തത്. പരാജയപ്പെടത്തില്ലെന്ന ദൈവാത്മശക്തിയോടെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ദൂത് പറയും. യേശുവിന്റെ നാമത്തിൽ കണ്ടുകിടം. ഒന്ന് അടച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവ് നിങ്ങളോട് പോകാൻ പറഞ്ഞത്, കർത്താവ് നിങ്ങളോട് സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞ് ഞാൻ കൂടെ ഇരിക്കാവുന്ന സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, നിങ്ങളുടെ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. സർവശക്തന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങുന്നതിന് സ്തോത്രം. അന്ധകാര മണ്ഡലങ്ങൾ തകർന്നിരിക്കാൻ സ്തോത്രം. ക്ഷയിച്ചുപോയിടത്ത്, ബലഹീനമാക്കപ്പെട്ട ഇടത്ത്, ഭയം വന്ന ഇടത്ത് അഭിഷേകമുള്ള ഒരുവനെ മുമ്പോട്ട് പോകാൻ കൽപ്പന കൊടുത്ത് നിയോഗിച്ചയച്ചതുപോലെ ചിലതിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുന്നതിന് സ്തോത്രം. അവരുടെ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. ജനം മൂവ് ചെയ്യുന്നതിന് സ്തോത്രം. അവരുടെ ഭയങ്ങൾ മാറിയിരിക്കാൻ സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവം. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ